ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അതായത് ഒരു പ്രോഗ്രാമിംഗ് സ്കില്ല് പഠിക്കാനായിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും അറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ പ്രോഗ്രാം നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ എടുത്തു കഴിഞ്ഞാൽ, ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉള്ളവർക്ക് അതിനകത്ത് പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. അതെല്ലാം ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന. അപ്പം ആൻഡ്രോയിഡിലാണെങ്കിൽ ആൻഡ്രോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അത് ജാവ ആവാം, പൈത്തൺ ആവാം, ഏതൊരു ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇതിന് സ്പെസിഫിക് എൻവറോൺമെന്റ് ജനറേഷൻസും അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, അപ്പം ഓരോ പല തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് ലോകത്ത്. അപ്പൊ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മൾ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല. ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് പലതരം ലാംഗ്വേജ് ഉണ്ടല്ലേ. നമ്മളിപ്പം ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒക്കെ പറയുന്നത് പോലെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ പല ലാംഗ്വേജസ് ഉണ്ട്. അതിനെ ഒരു ലാംഗ്വേജിനെ എടുത്ത് നമ്മൾ ചെയ്യുന്നതിനെ പലതിനും പല മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. അതനുസരിച്ച് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യണം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ എല്ലാവരും തന്നെ ജിമെയിൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ സൂം എല്ലാവരും ഉപയോഗിക്കുന്ന ഇതെല്ലാം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതെല്ലാം പലരും ഇരുന്ന് ഇങ്ങനെ കോഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ആപ്ലിക്കേഷനാണ് ഈ സൂം എന്ന് പറയുന്നതോ, അല്ലെ ഞാനിപ്പോ ഈ ഷെയർ ചെയ്യുന്ന ക്രോം എന്ന് പറയുന്ന നമ്മുടെ എക്സ്പ്ലോറർ പോലത്തെ ആപ്ലിക്കേഷൻസോ എന്തും, അതെല്ലാം പലരും ഇരുന്ന് കോഡ് ചെയ്ത് ചെയ്തത്. അതിന് പല ലാംഗ്വേജസിൽ ഇരുന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ജാവ ഒരു ലാംഗ്വേജ് ആണ്, പൈത്തൺ ഒരു ലാംഗ്വേജ് ആണ്. അങ്ങനെ പല ലാംഗ്വേജസ് ഉണ്ട് ലോകത്ത്. പക്ഷെ ചില ലാംഗ്വേജസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ചിലർക്ക് പഠിക്കാൻ, ചില ലാംഗ്വേജസ് വളരെ എളുപ്പമായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വോണ്ട് ടു അച്ചീവ് യൂസിങ് ദാറ്റ് ലാംഗ്വേജ്. ഓരോ ലാംഗ്വേജ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെ നോക്കാൻ പോകുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതായത് എനിക്കറിയത്തില്ല എത്ര പേര് സ്ക്രാച്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് കേട്ടിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ സ്ക്രാച്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. MIT ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ്. MIT എന്ന് പറയുന്നത് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, US ലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ IIT പോലെയും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെയും അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ആണ് സ്ക്രാച്ച്, MIT എന്ന് പറയുന്നത്. അപ്പൊ MIT-ക്കാർ ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ് സ്ക്രാച്ച്. ഈ ലാംഗ്വേജിനെ കുറിച്ച് പറയുവാണ്, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ കോഡ് ഒന്നും ചെയ്യണ്ട. അല്ല മറ്റ് ലാംഗ്വേജസിനെ പോലെ നമ്മൾ പല കോഡുകൾ എഴുതി അതിനെ റിവ്യൂ ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് മെയിൻ ആയിട്ട് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ വരാം. ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തും ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൺലൈൻ ആയിട്ടുള്ള അതിന്റെ സംഭവമാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് scratch.mit.edu എന്ന് പറയുന്ന സൈറ്റിലോട്ട് പോകണം. ഇതാണ് ആ പ്രോഗ്രാം ചെയ്യാനുള്ള സൈറ്റ്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ ചാറ്റിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. scratch.mit.edu. ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, എന്റെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ആദ്യം നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യേണ്ടി വരും. ഒരു പ്രൊഫൈൽ, ബേസിക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഞാൻ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ക്രാച്ചിന്റെ ഈ ഒരു ഹോം പേജ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ലോഡിംഗ് പേജ്. ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അപ്പൊ ഈ പേജിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. സ്ക്രാച്ച് എന്ന് പറയുന്നത് ഇതാണ് ഹോം പേജ്. ഇതേ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിൽ തന്നെ നിൽക്കും. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് എക്സ്പ്ലോർ ചെയ്യാൻ, ആരെങ്കിലും ചെയ്ത പ്രോജക്ട്സ് എക്സ്പ്ലോർ ചെയ്യാൻ. അതുപോലെ തന്നെ ഈ പേജ് വന്നാൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം കുറെ ഫീച്ചേർഡ് പ്രോജക്ട്സ്, ഓരോരുത്തരൊക്കെ ചെയ്ത പ്രോജക്ട്സ് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതുമാണ് ഇതിനകത്തിരിക്കുന്ന പ്രോജക്ട്സ് ഒക്കെ. പക്ഷെ ഇതിനേക്കാളും നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് ഒരു ചെറിയ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം, അതിന്റെ എൻവറോൺമെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പോലെ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ആദ്യം scratch.mit.edu എന്ന് പറയുന്ന സൈറ്റിൽ വരിക. അവിടെ ആദ്യം ലോഗിൻ ചെയ്യണം കേട്ടോ. ഒരു ലോഗിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് ആദ്യം ലോഗിൻ ചെയ്യാൻ പറയും. അപ്പൊ അതായത് നിങ്ങളിപ്പം സൂമിലോട്ട് കയറുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറയുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ജിമെയിലോട്ട് കയറുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറയുന്ന പോലെ, യൂട്യൂബിൽ കയറുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറയുന്ന പോലെ സ്ക്രാച്ചിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ലോഗിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാം പ്രോജക്ട്സ് എഡിറ്റർ. ഇത് പുതിയൊരു എഡിറ്റർ വിൻഡോ തുറക്കുക. എനിക്ക് പ്രോജക്റ്റുകൾ
കാണിക്കാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ വിൻഡോ അത് തുറക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കും നമ്മുടെ സ്ക്രാച്ചിന്റെ വിൻഡോ കണ്ട. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോപ്പിൽ ഈ ഒരു ബാനർ നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ഡാർക്ക് ബ്ലൂ ബാനറിൽ കാണുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫയൽസും അങ്ങനത്തെ സംഭവങ്ങൾ. അതായത് ഞാൻ ഈ ചെയ്യുന്ന പ്രോജക്റ്റ്, ഇപ്പൊ ഞാനൊരു പ്രോജക്ട് വിൻഡോയിലാണ്. ഓക്കെ, ഇതൊരു പ്രോജക്ട് വിൻഡോ എന്നാണ് ഇതിനോട് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന സ്ഥലം, അതായത് എന്റെ മൗസിന്റെ സ്ഥലം നിങ്ങൾ നോക്കണം പ്രത്യേകം. അതായത് ടുവേർഡ്സ് യുവർ റൈറ്റിലുള്ള ഈ സ്ഥലം എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ എന്ത് പ്രോഗ്രാം ചെയ്താലും അത് എക്സിക്യൂട്ട് ചെയ്ത് കാണുന്ന സ്ഥലം അല്ലെ. ഇപ്പൊ ഒരു ഗെയിം ആണെങ്കിൽ ആ ഗെയിമിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലത്ത് കാണണമല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്ത് കാണുന്ന സ്ഥലമാണിത്. ഓക്കെ, ദിസ് ഇസ് ദ എക്സിക്യൂഷൻ വിൻഡോ. ഇവിടെ നിങ്ങൾക്ക് ഒരു 2 ബട്ടണുകൾ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഗോ എന്ന് പറയുന്ന ബട്ടണും ഇതെന്ന് പറയുന്നത് സ്റ്റോപ്പ് എന്ന് പറയുന്ന ബട്ടണും. ഈ ഗോ എന്ന് പറയുന്ന ബട്ടൺ എന്താ, ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ. ഞാൻ ഇവിടെയാണ് ഞാൻ പ്രോഗ്രാം എഴുതുന്നത് കേട്ടോ. ഇതാണ് പ്രോഗ്രാം എഴുതുന്ന സ്ഥലം. അതായത് ഈ മിഡിലുള്ള വൈറ്റ് ഏരിയയിലാണ് ഞാൻ പ്രോഗ്രാം എഴുതുന്നത്. അതിന്റെ ജസ്റ്റ് അടുത്തുള്ള റൈറ്റ് ഏരിയയിലാണ് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ മണ്ടയിൽ 2 ബട്ടണുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗോ എന്ന് പറയുന്ന ബട്ടൺ, മറ്റേതെന്ന് പറയുന്നത് സ്റ്റോപ്പ് എന്ന് പറയുന്ന ബട്ടൺ. ഈ ഗോ എന്ന് പറയുന്ന ബട്ടനെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നത് അല്ലെ. നിങ്ങളിപ്പോ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ അത് ഓപ്പൺ ആയിട്ട് അത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എഴുതി വെക്കുന്ന പ്രോഗ്രാമിനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണണമെങ്കിൽ ഈ ഗോ എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഞാനത് എക്സിക്യൂഷൻ എനിക്ക് നിർത്തണമെങ്കിൽ ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഒരു സമയത്ത് ഒരു ബട്ടനെ എനേബിൾ ആവത്തുള്ളൂ, കാരണം ഗോ ക്ലിക്ക് ചെയ്താലേ സ്റ്റോപ്പ് എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാനൊരു കോഡ് എഴുതിയിട്ടില്ലെന്ന് ഓർക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി, പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ വിൻഡോ, ഇത് പ്രോഗ്രാം എഴുതാനുള്ള വിൻഡോ. ഈ മണ്ടയിലുള്ള ഈ സ്ട്രിപ്പാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഫയൽ. സാധാരണ നിങ്ങളിപ്പോ വേർഡിലോ എക്സലിലോ ഒക്കെ കാണുന്ന പോലെ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യണം. നിങ്ങൾ എഴുതുന്ന പ്രോഗ്രാം എവിടെയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കണ്ടേ. അപ്പൊ അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഈ മണ്ടേ കാണുന്നത്. എനിക്കൊരു പേര് കൊടുക്കണം ഇപ്പൊ ഈ പ്രോജക്റ്റിന്. അപ്പൊ ഞാൻ ഈ പേര് കൊടുക്കാനായിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഈ ഏരിയ, ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഞാൻ ഈ പ്രോജക്റ്റിനുള്ള പേരെന്ന് പറയുന്നത് VIA സാമ്പിൾ പ്രോജക്റ്റ് എന്നുള്ള പേരിടുക. ഓക്കെ, VIAയുടെ സാമ്പിൾ പ്രോജക്റ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുവാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. കൺട്രോളസ് അടിച്ചാൽ മതി. സാധാരണ ഇവിടെ ഏതൊരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത് പോലെ കൺട്രോളസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് അല്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സേവ് ചെയ്തോളും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സേവ് ചെയ്യും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ വിൻഡോയുടെ താഴെയുള്ള ചില സാധനങ്ങളാണ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗത്തോട്ട് പോകാം ഫോർ ദ അതർ ഇൻഫർമേഷൻസ്. ഈ പ്രോഗ്രാമിംഗ് ഏരിയയുടെ താഴെ നിങ്ങൾ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 2 സംഭവങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്പ്രൈറ്റ് എന്ന് പറയുന്ന സാധനം ഇത് കണ്ടോ, നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഇവിടെ കണ്ടില്ലേ. ഈ ഒബ്ജക്റ്റ് എന്ത് വേണമെന്ന് ഡിഫൈൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്പ്രൈറ്റ് എന്ന് പറയുന്നത്. സ്പ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു ഒബ്ജക്റ്റും, ഇപ്പൊ നമുക്ക് ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പല ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരിക്കില്ല. ആംഗ്രി ബേർഡ്സിലെ ആംഗ്രി ബേർഡിന്റെ ഒരു ഒബ്ജക്റ്റ്, ആംഗ്രി ബേർഡ് എന്ന് പറയുന്ന സംഭവം പല ഒബ്ജക്ട്സ് ആണ് അല്ലെ. അപ്പൊ അതിനകത്തൊരു ബേർഡ്, പലതരം ബേർഡ്സ് ഉണ്ട്. അപ്പം ആ ഓരോ ബേർഡും സ്പ്രൈറ്റ് എന്നാണ് നമ്മൾ അതിനകത്ത് വിളിക്കുന്നത്. ഓരോ ബേർഡ് ആവാം, ഓരോ പിഗുകൾ അതിനകത്ത് സ്പ്രൈറ്റ് ആവാം. ഞാൻ ആംഗ്രി ബേർഡ് ചിലർ കളിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ മാരിയോയുടെ ഗെയിമിലാണ് മാരിയോ, ആ ഓടുന്ന മാരിയോ ഇല്ല, അതൊരു സ്പ്രൈറ്റ് ആണ്. സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ് ആണോ നിങ്ങൾ കളിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ ജീവൻ വെക്കുന്ന സാധനം, ബാക്ക്ഗ്രൗണ്ടുകൾ, അതുപോലെ ചിലപ്പം ചില വെടിയുണ്ടകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പല ഗെയിമുകൾ പല സ്പ്രൈറ്റുകളായിരിക്കും. അപ്പോൾ എന്ത് സാധനം, ചെറിയ സാധനം നിങ്ങൾ ഉപയോഗിക്കുന്നു, അത് ഓരോ സാധനത്തിനെയും നമ്മൾ സ്പ്രൈറ്റ് ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു പൂവായിരിക്കാം നമുക്ക് വേണ്ടത് നമ്മുടെ ഗെയിമിനകത്ത്, നമുക്കൊരു പൂന്തോട്ടമായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ ബീ, ഒരു ചെറിയൊരു ഹണി ബീ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഫ്ലവർ ആയിരിക്കാം, എന്തും ആവാം. അതിനെല്ലാം നമ്മൾ സ്പ്രൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് കുറെ സ്പ്രൈറ്റ്സ് ഓൾറെഡി MIT തരുന്നുണ്ട്, അതായത് സ്ക്രാച്ചിൽ തന്നെ തരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ ഭാഗം, എന്നിട്ട് നിങ്ങൾക്ക് അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പല സ്പ്രൈറ്റ്സ് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് സ്പ്രൈറ്റിന് ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് സ്പ്രൈറ്റ് 1 സ്പ്രൈറ്റ് 2 എന്നും പറഞ്ഞ് അത് തന്നെ ചെയ്തോളും. പിന്നെ എക്സും വൈയും എന്ന് പറയുന്ന 2 ഘടകങ്ങളുണ്ട്. ഇപ്പൊ എക്സും വൈയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഈ സ്പ്രൈറ്റ് നിങ്ങളിപ്പോ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്പ്രൈറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. കണ്ടോ, ഞാൻ ചെയ്യുന്ന കണ്ടോ, ഇതൊരു സ്പ്രൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൂച്ചയെപ്പോലെ ഇരിക്കുന്ന സാധനം ഒരു സ്പ്രൈറ്റ് ആണ്. ഞാൻ ഈ താഴെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സിന്റെ വാല്യൂ -11 വൈയുടെ വാല്യൂ -107 അത് ഇതൊരു 4 ക്വാഡ്രന്റ് ആണെന്ന് ഓർത്താണ്. 4 ക്വാഡ്രന്റിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഞാനിത് അറ്റത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എക്സിന്റെ വാല്യൂയും വൈയുടെ വാല്യൂയും മാറുന്നത്. ഇപ്പൊ എനിക്ക് ഈ ഒരു ക്യാറ്റിനെ അല്ലെങ്കിൽ ഈ പൂച്ചയെ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ നടത്തി താഴെ വരെ എത്തിക്കണമെങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ മാറ്റിയാൽ മതി. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ എഴുതാൻ പോകുന്ന കോഡ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കോളും കോഡ് എങ്ങനെ എഴുതുന്നുള്ളത്. ഈ പൂച്ചയെ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സിന്റെയും വാല്യൂവിനും
വാല്യൂ മാറ്റി ഒരു പ്രോഗ്രാം എഴുതിയാൽ അതിനെ പതുക്കെ എനിക്ക് അങ്ങനെ നടത്താൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സ്പ്രൈറ്റ്, ഇതിപ്പോ സെന്ററിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് 0 പൊസിഷനിൽ കൊണ്ട് വെക്കണമെങ്കിൽ ഞാനിപ്പോ എക്സും വൈയും 0 ആയിട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് കാണാം ഇതാണ് 0 ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എപ്പം മൂവ് ചെയ്താലും അത് എക്സും വൈയും പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പുറകോട്ട് പോയാലും എക്സും വൈയും നിങ്ങൾക്ക് കാണാം, എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവും വൈ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനിയിപ്പോ ഈ ഒരു ക്വാഡ്രന്റിൽ കടന്നു കഴിഞ്ഞാൽ എപ്പോഴും എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആയിരിക്കും. ഈ ഒരു ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാൽ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു താഴത്തെ ക്വാഡ്രന്റിൽ വന്നാൽ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആയിരിക്കും. ഇവിടെ വന്ന രണ്ടും നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഏകദേശം ക്വാഡ്രന്റ് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് മാത്തമാറ്റിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. 4 ക്വാഡ്രന്റുകൾ, +x +y, എക്സ് -y, അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാം എക്സിന്റെയും വൈയും വാല്യൂ മാറുന്നത്. അങ്ങനെയാണ് ഏത് ഗെയിമും ഡെവലപ്പ് ആവുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ ബേസിക്സ്. പിന്നെ അതുപോലെ തന്നെ സൈസ് എനിക്ക് മാറ്റാം. ഇപ്പൊ ഇതിന്റെ സൈസ് 100% ആണെങ്കിൽ ഇപ്പൊ 90% ആക്കി ഇത് ചെറുതാകുന്നുണ്ടോ? ഞാനിപ്പോ ഇത് മാറ്റിയിട്ട് 10% എന്ന് പറഞ്ഞത് വളരെ ചെറുതായി പോകും, കാണാൻ പോലും കഴിയാത്ത പോലെ ചെറുതായി പോയി. തിരിച്ച് ഞാൻ 100% കൊണ്ടുവന്നാൽ ഇത് വലുതാവും. അതാണ് സൈസ് എന്ന് പറയുന്നത്. ചില സമയത്ത് ചില സ്പ്രൈറ്റുകൾ എനിക്ക് കാണിക്കേണ്ട ആവശ്യം വരികയില്ല. അതാണ് ഷോ എന്ന് പറയുന്നത്. ഇപ്പൊ ഷോ എന്ന് പറയുന്നത് കാണിക്കണം എന്നുള്ള രീതിക്കായിരിക്കും. ഞാൻ കാണിക്കേണ്ടെന്ന് കാണിച്ചാൽ ആ സ്പ്രൈറ്റ് ഇനി അവൈലബിൾ അല്ലായിരിക്കും, എടുത്ത് കളയാൻ പറ്റും. അത് ചില ഗെയിമുകളിൽ നമുക്ക് അതിന്റെ ആവശ്യം വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ സ്കോർ മാക്സിമം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗെയിം തീർന്നു. അപ്പൊ തീർന്നു കഴിയുമ്പോൾ ആ സ്പ്രൈറ്റുകളെല്ലാം നിങ്ങൾക്ക് ഓഫ് ആക്കണം, അല്ലെങ്കിൽ ആംഗ്രി ബേർഡിന്റെ ഗെയിം മാറി വേറൊരു സ്ക്രീൻ വരണം. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളിലാണ് നമ്മൾ ഈ ഷോ എന്ന് പറയുന്നത് നമ്മൾ കാണാൻ മേലാത്ത പോലെ ആക്കിയിടുന്നത്. ഇപ്പൊ നമുക്കത് തിരിച്ച് കാണുന്ന പോലെ ആക്കിയിടാം. ഇനി ഡയറക്ഷൻ എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, നമുക്കത് ഇപ്പൊ എങ്ങനെ വേണേലും മാറ്റാം. ഇപ്പൊ ഞാൻ ഈ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെ, ഞാൻ ഈ മാറുന്ന അനുസരിച്ച് ഇതൊരു ആംഗിൾ ആണ്, ഏത് ആംഗിളിൽ നിങ്ങൾക്ക് വെക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇത് 90 ഡിഗ്രിയിലാണ് ഇത് നിൽക്കുന്നത്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട്. ഇനിയിപ്പോ എനിക്ക് നേരെ തലകുത്തി നിർത്തണമെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടുത്തെ ആംഗിൾ മാറ്റിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലേക്കാണ് ഓരോ സ്പ്രൈറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഇത് പ്രോഗ്രാമിന്റെ ആ എക്സിക്യൂഷൻ വിൻഡോയാണ്. ആ വിൻഡോയിൽ എനിക്ക് ഞാൻ ആ ഒരു പർട്ടിക്കുലർ സ്പ്രൈറ്റിനെ പല ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇത്രയും സംഭവങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ളത് ഒരു പുതിയ സ്പ്രൈറ്റിനെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് ഈ ബട്ടൺ ഇവിടെ ഇരിക്കുന്നത്. ഈ അറ്റത്ത് വന്നിരിക്കുന്ന ഒരു ബട്ടണെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ സ്പ്രൈറ്റ്സ് ഉണ്ട് ഇതിനകത്ത് ഓൾറെഡി. ഓക്കെ, അതിപ്പം എബി എന്ന് പറഞ്ഞ ആമൻ, ആൻഡി, അനീന, ഇഷ്ടം പോലെ സ്പ്രൈറ്റ്സ്, ബനാന, ബലൂൺ, ബീച്ച് ബോൾ, ബെൽ, ഇഷ്ടം പോലെ സ്പ്രൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പ്രൈറ്റ് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനകത്തുനിന്ന് ഈ എലിഫന്റ് എന്ന് പറയുന്ന സ്പ്രൈറ്റ്, ഈ എലിഫന്റിന്റെ സ്പ്രൈറ്റിന്റെ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിന് ചെറിയൊരു ആനിമേഷൻ ഉണ്ട് അല്ലേ, വളരെ രസകരമായ ഒരു ചെറിയ ആനിമേഷൻ ഉണ്ട്. നമുക്ക് ആ സ്പ്രൈറ്റിനെ നമുക്കൊന്ന് എടുക്കാം. കണ്ടോ, ഇപ്പൊ ഞാൻ ആ സ്പ്രൈറ്റിനെ ലോഡ് ചെയ്തു. ആ സ്പ്രൈറ്റ് നേരെ വന്ന് നമ്മുടെ സ്പ്രൈറ്റ് 1ന്റെ മണ്ടയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ മാറ്റി ഇത് മണ്ടേ കൊണ്ടുവച്ചു. പക്ഷെ നിങ്ങൾ ഈ സ്പ്രൈറ്റ് അവിടെ കാണുമ്പം നിങ്ങൾ കണ്ടായിരുന്നു ചെറിയൊരു ആനിമേഷൻ ആ സ്പ്രൈറ്റിൽ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു തരാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്നുള്ളത്. ശരിക്കും പറഞ്ഞ ഒരു ഇമേജ് അല്ല, അത് ഒന്നിൽ കൂടുതൽ ഇമേജസ് കാണിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. രണ്ട് സ്പ്രൈറ്റ്സ് ആണ് ഇപ്പൊ നമുക്കുള്ളത്. സ്പ്രൈറ്റ് 1 എന്ന് പറയുന്നതും ഈ സ്പ്രൈറ്റ് 1നെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നിങ്ങളുടെ പ്രോഗ്രാം എഴുതുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഏത് സ്പ്രൈറ്റിന് വേണ്ടിയാണോ നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത് ആ സ്പ്രൈറ്റിന്റെ ഇമേജ് വരും അവിടെ. അപ്പൊ ഞാൻ എലിഫന്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എലിഫന്റിന്റെ ഇമേജ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ മൗസെ നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു ഈ സ്പ്രൈറ്റിന്റെ ബാക്കി ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ എലിഫന്റിനെ എടുത്തപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ആ എലിഫന്റിന്റെ ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ ചുമ്മാ ഈ കോസ്റ്റ്യൂംസ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി നമുക്ക് കിടക്കുന്നത് പ്രോഗ്രാമിൽ കിടക്കുന്നത് ഈ എലിഫന്റിന്റെ കോസ്റ്റ്യൂമാണ്. അപ്പൊ ഈ കോസ്റ്റ്യൂംസിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്ര എലിഫന്റാ ഉള്ളതെന്ന്. ശരിക്കും എലിഫന്റ് 2 എലിഫന്റ് ആണ് സത്യം പറഞ്ഞാൽ ഉള്ളത്. 2 എലിഫന്റിന്റെ ഇമേജസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഒരു എലിഫന്റ് എന്ന് പറയുന്നത് സാധാരണ രീതിക്കുള്ള ഒരു എലിഫന്റ്, ഇതിനെ വരച്ചുണ്ടാക്കിയേക്കുന്നതാണ്. ഈ എലിഫന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം എല്ലാ ഭാഗവും വരച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം വരയ്ക്കണമെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഇത് എലിഫന്റിന്റെ മറ്റേ ഇമേജ് ആണ്. അപ്പൊ ഈ 2 ഇമേജ് നമുക്ക് ഉപയോഗിക്കാം. ഇത് എലിഫന്റ് എയും ഇത് എലിഫന്റ് ബിയും ആണ്. ഈ എലിഫന്റ് ബിയിൽ എനിക്ക് എന്തെങ്കിലും വരയ്ക്കണമെന്ന് തോന്നുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇമേജ് എടുത്തിട്ട് എനിക്ക് എലിഫന്റ് ബിയില് എന്തെങ്കിലും വരയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു സർക്കിൾ ഇട്ടു. ആ സർക്കിളിന് ഒരു കളറും കൂടെ, ഫോർ എക്സാമ്പിൾ ഒരു റെഡ് കളറും കൂടെ ഇട്ടാ ഇത് ഞാൻ ഇവിടെ സർക്കിളിന് ആ കളറും കൂടെ ഇട്ടതാണ്. അതിനെ മൂവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എനിക്ക് എന്ത് വേണേലും വരയ്ക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് വരച്ചും അതിനെ ഒരു സ്പ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇമേജിനെയും കൂടി ഇട്ടെന്നേ ഉള്ളൂ. ഇത് എയും
ഇത് ബിയും. ഓക്കെ, അതാണ് നമ്മുടെ കോസ്റ്റ്യൂംസ്. ഇനി നമുക്ക് മറ്റേ സ്പ്രൈറ്റിന്റെ ഇൻഫർമേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ആ സ്പ്രൈറ്റിനെ വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ, മറ്റേ വിൻഡോയിൽ വന്നിട്ട് ആ സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് കോസ്റ്റ്യൂംസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെയും കാണാൻ പറ്റും. ശരിക്കും രണ്ട് കോസ്റ്റ്യൂംസ് ആണ്. അപ്പൊ ഇതിനൊരു ജീവൻ വെക്കുന്ന പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നിൽ കൂടുതൽ കോസ്റ്റ്യൂം. എന്നിട്ട് നമ്മൾ കോഡ് എഴുതേണ്ടി വരും. ഒന്നിൽ കൂടുതൽ കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കോഡ് എഴുതി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കുള്ളത്, ഞാൻ ഇന്ന് നിങ്ങളെ കോഡിങ് പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഈ എൻവറോൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചിട്ട് അടുത്ത സെഷനിൽ ഒരു കോഡ് എങ്ങനെയാണ് വളരെ ബേസിക് ആയിട്ട് ഒരു കോഡ് ഇതിനകത്ത് എഴുതുന്നതെന്നും കാണിച്ചു തരാം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു സ്പ്രൈറ്റിനെ എങ്ങനെയാണ് ഇതിനകത്ത് ഇടുന്നതെന്ന് കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഏതൊരു ഗെയിം കളിക്കുമ്പോഴും അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ എന്തെങ്കിലും സംഭവം കാണും. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുമ്പോൾ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ, ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ യെല്ലോ കളറുള്ള ബാക്ക്ഗ്രൗണ്ട് പോലെ ഇല്ലേ, അതിന് ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പിംഗ് എന്ന് പറയും. ഓക്കെ, അതിപ്പോ ഞാൻ ലൈവായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പിംഗ് കിട്ടാം വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച്. അത് സൂമിന്റെ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അതിന് ചെയ്യേണ്ടത്, ഇപ്പം കണ്ട സ്റ്റേജിന്റെ സംഭവം എന്ന് പറയുന്നത് വെള്ളയാണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ എടുത്തിട്ട് ഞാൻ ഈ ഒരു ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഏതാണോ വേണ്ടത്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കളിക്കുന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ സ്പ്രൈറ്റ് ഇരിക്കുന്ന സ്പ്രൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞാൻ ബ്ലൂ സ്കൈ എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ പോവാം. നിങ്ങൾ കണ്ട ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ ഇവിടെ. അപ്പൊ ഇവിടെ ഒരു പൂച്ചയുടെ സ്പ്രൈറ്റും ഉണ്ട്, ഒരു എലിഫന്റിന്റെ സ്പ്രൈറ്റും ഉണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ഒരു ബ്ലൂ സ്ക്രീൻ പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിത്ത് ഫ്ലവർ. ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഇതേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിന്റെ കോഡിംഗ് ഏരിയ ആണ് ഈ വരുന്നത്. എന്നിട്ട് ബാക്ക് ഡ്രോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ബാക്ക് ഡ്രോപ്പില് ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനൊരു ഫില്ല് ചെയ്തിട്ട് ഞാൻ ഒരു കളർ കൊടുക്കുവാണ് ആ ഫില്ലിങ്ങിന്, സണ്ണ് പോലെ കാണാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ എന്റെ ബാക്ക് ഡ്രോപ്പ് ഞാൻ ചെയ്തേക്കുന്നത്. തിരിച്ചെനിക്ക് കോഡിൽ വരാം. ഈ മണ്ടയിലെ 3 ടാബുകളിലാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ആ സ്റ്റേജ് മാറ്റി ഞാൻ പുതിയൊരു ആ സ്റ്റേജിൽ തന്നെ ഞാനൊരു ചെറിയൊരു സണ്ണിന്റെ സംഭവം കൂടെ വരച്ചു കൊടുത്തു. അപ്പം അത് ഈ ബാക്ക് ഡ്രോപ്പിൽ ഇത്രയും സംഭവം ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ആനയെ ഒന്ന് ഇങ്ങനെ താഴെ കൊണ്ട് വെക്കുവാണ്, ഈ പൂച്ച ഇങ്ങനെ താഴെ കൊണ്ട് വെക്കുവാണ്. അപ്പൊ ഈ ആനയും പൂച്ചയും ഒന്നിച്ചു പോകുന്ന പോലെ ഉള്ള ഒരു ബാക്ക് ഡ്രോപ്പ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഉള്ളത്? നമുക്കൊരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട്, നമുക്ക് 2 സ്പ്രൈറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, ഈ സ്പ്രൈറ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നും ബാക്ക് ഡ്രോപ്പ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നും. ഓക്കെ, അപ്പം ഇത്രയാണ്. ഞാൻ കോഡിന്റെ അങ്ങോട്ട് പോകുന്നില്ല. വേണമെങ്കിൽ ഒറ്റ കാര്യം കൂടെ നമുക്കൊന്ന് കാണിച്ചിട്ട് ഇത് നിർത്താം ഇന്നത്തെ സെഷൻ. കാരണം ഇത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആഴ്ച ബാക്കി സെഷൻ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൂച്ചയെ നമ്മൾ അനക്കും, ഈ ഒരു ആനയും നമുക്ക് പറ്റുമെങ്കിൽ അനക്കിക്കൊണ്ട് പോകാം. അപ്പൊ അവരെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കീബോർഡിലെ ലെഫ്റ്റ് ആരോയും റൈറ്റ് ആരോയും അല്ലെങ്കിൽ സ്പേസ് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പം ഇവർക്ക് ജീവൻ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കോഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2-3 ലൈൻ കോഡേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് നമ്മുടെ സ്ക്രാച്ച് എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പൊ ഈ ആനയും പൂച്ചയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പോവാണ്. ആ അനക്കാൻ പോകുന്നത് ഞാൻ അടുത്ത ആഴ്ച കാണിക്കാം. പക്ഷെ ഞാൻ ഇന്നത്തേക്ക് ഒരു സാധനം കൂടെ കാണിക്കുന്ന സൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ സൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഏതൊരു ഒബ്ജക്റ്റിന് നിങ്ങൾക്ക് സൗണ്ട് ആഡ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലേ, നമ്മൾ ആംഗ്രി ബേർഡ്സിലെ ആ ബേർഡിനെ ഇങ്ങനെ വിടുമ്പോഴത്തേക്കും ട്യൂ എന്നും പറഞ്ഞൊരു സൗണ്ട് വരും അല്ലെ. അതൊക്കെ നമുക്ക് ഇങ്ങനെയാണ് സൗണ്ട് ആഡ് ചെയ്യുന്നത്. കണ്ടോ, ഇതൊരു പോപ്പ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ആണ്. ഇപ്പൊ എനിക്കൊരു പുതിയ സൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ചൂസ് എ സൗണ്ട് എന്നും പറഞ്ഞ് ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് മോർ സൈഡിൽ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സൗണ്ടുകളും ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട്. ഞാൻ സൗണ്ടിന്റെ പ്ലേ ബട്ടൺ ഇത് ഒന്ന് ഹോവർ ചെയ്താൽ മതി. ആ മൗസ് ഒന്ന് ഹോവർ ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സൗണ്ട് ആയിട്ട് ഇത് ഏതൊക്കെ വേണോ ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ സൗണ്ടിന് നിങ്ങൾക്ക് ഫീച്ചേഴ്സും ആഡ് ചെയ്യാം. അതൊന്നും ഞാനിപ്പോ കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചു തന്ന ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പറയാം, എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട്. ഇത് കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ് ആണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. ഒത്തിരി MITയുടെ ഒത്തിരി യൂസ് കേസസ് ഉണ്ട്. ലോകത്തിലെ കുറെ മേജർ ഗെയിംസ് ഡെവലപ്പ് ചെയ്തേക്കുന്ന സ്ക്രാച്ചിലാണ്. ഈവൻ ദോ ഞാൻ കാണിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും കുറെ മേജർ പ്രോജക്ട്സ്, മാരിയോയുടെ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ വരെ സ്ക്രാച്ചിലാണ് ചെയ്തേക്കുന്നത്. അത്രയ്ക്കും റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്ക്രാച്ച് എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇങ്ങനൊരു ബാർ ഉണ്ട്, ഇവിടെ ഞാൻ പേര് കൊടുത്ത് ഈ പ്രോജക്റ്റിനുള്ള പേര് ഞാനിപ്പോ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്നുള്ളത്. ഈ ഫയലിൽ എനിക്കിത് സേവ്
എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്ട് സേവ്ഡ് എന്നും പറഞ്ഞ് ഇവിടെ കാണിക്കും. അതിനുശേഷം ഞാൻ നിങ്ങളെ 2 കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇതാണ് പ്രോജക്റ്റിന്റെ കോഡിംഗ് ഏരിയ. ഇന്ന് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഞാൻ ഒരു കോഡും എഴുതിയിട്ടില്ല. കോഡ് എഴുതാനായിട്ട് ഒരു പാടുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. ഇങ്ങോട്ട് കണ്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിടുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഏതാണ് എനിക്ക് വലിച്ചിടേണ്ടത് അത് വലിച്ചിടുക, അതിനുള്ള വാല്യൂ കൊടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അത് ഞാൻ അടുത്ത ആഴ്ച കാണിച്ചു തരും. ഞാൻ പറഞ്ഞു അതുപോലെ 2 ബട്ടണുകളുണ്ട്. ഒന്ന് പ്ലേ ചെയ്യാനുള്ള ബട്ടണ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടൺ. പ്ലേ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കോഡ് എഴുതി കഴിഞ്ഞാലേ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന 2 മേജർ സംഭവങ്ങൾ, ഒരു സ്പ്രൈറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യാനായിട്ട് ചൂസ് എ സ്പ്രൈറ്റ് എന്ന് പറയുന്ന താഴത്തെ ആ ഓപ്ഷനിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ബാക്ക് ഡ്രോപ്പിന്റെ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ എല്ലാ ഓപ്ഷൻസും ഞാൻ കാണിച്ചു തന്നു. അതായത് കോസ്റ്റ്യൂംസിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ കോസ്റ്റ്യൂമിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതനുസരിച്ച് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ചസ്. ചിലർ ഇത് വരയ്ക്കും. അതായത് വരയ്ക്കുന്നത് ഇപ്പം അഞ്ജനെ പോലുള്ളവർക്കൊക്കെ ഇതിനകത്ത് വരച്ച് പുതിയ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. സ്പ്രൈറ്റിനെയും ബാക്ക്ഗ്രൗണ്ടും എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അടുത്ത ആഴ്ച നമ്മൾ ഇതിന്റെ ഒരു കോഡിങ്, ബേസിക് കോഡിങ്ങും കൂടെ പഠിക്കും. അപ്പൊ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അടുത്ത ട്രൈ ചെയ്തിട്ട് ലെറ്റ്സ് സീ നെക്സ്റ്റ് വീക്ക്.